എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഫീഡ്ബാക്കോ സജഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആൻഡ് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു റെസ്പോണ്ട് ടു ഇറ്റ് ആസ് വെൽ ആസ് ഇംപ്രൂവ് മൈ സെൽഫ്. ഹായ് ഓൾ, ഐ എം അവിനാഷ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ PR ചെക്ക് ലിസ്റ്റ് വീഡിയോയിൽ ഒരു സ്റ്റെപ്പായിരുന്നു ടു സ്റ്റാർട്ട് എ ചെക്കിംഗ് അക്കൗണ്ട് വിത്ത് എ ബാങ്ക് ദറ്റ് പ്രൊവൈഡ്സ് ന്യൂ കമർ ഓഫർ. സോ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂ കമർ ഓഫേഴ്സിന് എല്ലാത്തിനും ഒരു എക്സ്പയറി ഉണ്ട്. സോ എൻ്റെ ന്യൂ കമർ ഓഫർ എക്സ്പയർ ആയപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്നും ഞാൻ കണ്ടെത്തിയ സൊല്യൂഷൻ എന്താണെന്നും അതിനുള്ള ബെനിഫിറ്റ്സ് എന്തായിരുന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ലാൻഡ് ചെയ്ത സമയത്ത് ന്യൂ കമർ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക് ത്രൂ ആണ് എൻ്റെ ചെക്കിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്, which is basically an account for day-to-day transactions, and this is the account where your salary is getting credited, the account that you use for paying bills and other day-to-day expenses. Usually checking accounts in ബാങ്ക് ഒരു മന്ത്ലി മെയിൻ്റനൻസ് കോസ്റ്റ് ചാർജ് ചെയ്യും. ബട്ട് എനിക്ക് ഈ ന്യൂ കമർ ഓഫർ ഉള്ളത് കൊണ്ട് ഈ മെയിൻ്റനൻസ് കോസ്റ്റ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ബേസിക്കലി ഫ്രീ ബാങ്കിങ് ആയിരുന്നു. ബട്ട് ഈ ന്യൂ കമർ ഓഫർ എക്സ്പയർ ആയപ്പോഴത്തേക്കും ബാങ്ക് എൻ്റെ അടുത്ത് നിന്ന് ഈ മെയിൻ്റനൻസ് കോസ്റ്റ് ചാർജ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചത്, ഞാൻ ഏൺ ചെയ്യുന്ന മണി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കുന്നത് എനിക്ക് അത്ര വലിയൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയില്ല. സോ ഐ ചെക്ക് വിത്ത് ദ ബാങ്ക് വാട്ട് ആർ അതർ ഓൾട്ടർനേറ്റീവ്സ് ഫോർ ദിസ്. അപ്പോൾ ബാങ്ക് തന്നൊരു സൊല്യൂഷൻ ആയിരുന്നു ഒരു $3,000 മിനിമം ബാലൻസ് ഈ ചെക്കിംഗ് അക്കൗണ്ടിൽ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളത്. ബട്ട് വെൻ ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്, $3,000 ഈ ചെക്കിംഗ് അക്കൗണ്ടിൽ ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാണ്ടിരിക്കുന്നത് എനിക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടും തോന്നിയില്ല. സോ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ അതർ സൊല്യൂഷൻസ് ഫോർ ദിസ്. അങ്ങനെ ഞാൻ റീസെർച്ച് ചെയ്യാൻ തുടങ്ങി. സോ ഐ ടുക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു തിങ്ക് വാട്ട് ഐ യൂസ് ദീസ് ചെക്കിംഗ് അക്കൗണ്ട്സ് ഫോർ. ഞാൻ ഈ ചെക്കിംഗ് അക്കൗണ്ട്സ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് എൻ്റെ സാലറി കിട്ടാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റ് കാർഡ് ബിൽസ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഓൾസോ സംടൈംസ് എൻ്റെ യൂട്ടിലിറ്റി ബിൽസ് പേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഫിസിക്കൽ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാറില്ല, ആൻഡ് ഐ ഡോണ്ട് റിക്വയർ ചെക്സ് ആൻഡ് ഡ്രാഫ്റ്റ്സ് ഓൺ എ ഡെയിലി ബേസിസ് ടു. എൻ്റെ റിസർച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയ ഓപ്ഷനാണ് ഡിജിറ്റൽ ചെക്കിംഗ് അക്കൗണ്ട്സ്. ഈ ഡിജിറ്റൽ ചെക്കിംഗ് അക്കൗണ്ട്സ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ദേ ഡോണ്ട് റിക്വയർ എ ഫിസിക്കൽ ബ്രാഞ്ച്. ആൻഡ് ഈ ഡിജിറ്റൽ ചെക്കിംഗ് അക്കൗണ്ട്സിന് ഒരു മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മന്ത്ലി കോസ്റ്റും ഇല്ല. സോ ദിസ് ഫെൽറ്റ് ലൈക്ക് എ റിയലി ഗുഡ് ഓപ്ഷൻ ഫോർ മീ. Another interesting fact is that some of these checking accounts also provides you an interest which the other big 5 banks don't do. കാനഡയിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിജിറ്റൽ ചെക്കിംഗ് അക്കൗണ്ട്സ് അവൈലബിൾ ആണ്. അതിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഡിജിറ്റൽ ചെക്കിംഗ് അക്കൗണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടാഞ്ചറിൻ. ടാഞ്ചറിൻ പ്രൊവൈഡ്സ് യു നോ ഫീ ഡെയിലി ചെക്കിംഗ് അക്കൗണ്ട് ദാറ്റ് ഓൾസോ പേസ് യു ആൻ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് അപ് ടു 0.1% ബേസ്ഡ് ഓൺ യുവർ അക്കൗണ്ട് ബാലൻസ്. ടാഞ്ചറിൻ ഇപ്പോൾ ഒരു പ്രൊമോഷൻ റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ടാഞ്ചറിൻ്റെ കൂടെ ഒരു നോ ഫീ ഡെയിലി ചെക്കിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ സാലറി ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഗിവ് യു എ ബോണസ് ഓഫ് അപ് ടു $250. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് Simply Financial. Simply Financial also provides a no-fee checking account, but with an interest rate of up to 0.01%. And Simply Financial ഇപ്പോൾ ഒരു പ്രൊമോഷണൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ Simply Financialന്റെ കൂടെ ഒരു നോ ഫീ ചെക്കിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ആ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ദേ പേ യു എ ബോണസ് ഓഫ് അപ് ടു $300. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനും എൻ്റെ വൈഫും യൂസ് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ആണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് വെൽത്ത് സിമ്പിൾ. ഞാൻ ആദ്യം പറഞ്ഞ 2 ഓപ്ഷൻസിലെ പോലെ തന്നെ വെൽത്ത് സിമ്പിളിനും നോ ഫീ ചെക്കിംഗ് അക്കൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഇൻ ദിസ് കേസ് ദേ പ്രൊവൈഡ് യു ആൻ ഇൻട്രസ്റ്റ് റേറ്റ് അപ് ടു 2.25%. അത് കൂടാതെ തന്നെ എനിക്ക് വെൽത്ത് സിമ്പിളിൽ തോന്നിയ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ പ്രൊവൈഡ് ഫ്രീ ATM വിഡ്രോവൽസ് ഈവൻ ഇൻ കേസ് യു ആർ യൂസിങ് another bank's ATM. വെൽത്ത് സിമ്പിൾ നിങ്ങൾക്ക് ആ ATM യൂസ് ചെയ്യുന്നതിന്റെ ഫീസ് റീഇംബേഴ്സ് ചെയ്ത് തരും. ആൻഡ് ദിസ് ഇസ് ഗ്ലോബൽ. നിങ്ങളിപ്പോൾ വേറൊരു കൺട്രിയിലെ ATM പോയിട്ട് ഈ കാർഡ് യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ ATMന്റെ ഫീസ് റീഇംബേഴ്സ് ചെയ്യപ്പെടും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേ ചെക്ക് കിട്ടും. ദാറ്റ് മീൻസ് യു ഗെറ്റ് യുവർ സാലറി 1 day before everyone else. അത് എൻ്റെ ഒരു സന്തോഷമല്ലേ. വെൽത്ത് സിമ്പിൾ ഇപ്പോൾ ഒരു പ്രൊമോഷൻ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി എ ഗിവ് അവേ ഫോർ എ $3 million ഹോം. ഈ $3 million ഹോം ഗിവ് അവേ അല്ലാതെ തന്നെ അവർക്കൊരു 3% മാച്ച് ഓഫറും കൂടെ ഉണ്ട്. സോ ഇഫ് യു ബ്രിങ് TFSA, RRSP ഓർ FHSA ഓർ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നിങ്ങൾ വെൽത്ത് സിമ്പിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3% വരെ വെൽത്ത് സിമ്പിൾ നിങ്ങൾക്ക് അത് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് പേ ചെയ്യും. ആൻഡ് വൈ വെൽത്ത് സിമ്പിൾ വർക്ക്സ് ഫോർ മീ ഇസ് ബിക്കോസ് എൻ്റെ മിക്ക ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സും വെൽത്ത് സിമ്പിളിൻ്റെ ത്രൂ ആണ്. ഐ ഹാവ് മൈ TFSA, FHSA, RRSP, എവറിത്തിങ് ത്രൂ വെൽത്ത് സിമ്പിൾ. സോ ഇതെല്ലാം വെൽത്ത് സിമ്പിൾ ത്രൂ ആയതുകൊണ്ട് തന്നെ ഐ എം ഏബിൾ ടു മാനേജ് മൈ മണി ഈസിലി.
സോ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്ന ചെക്കിംഗ് അക്കൗണ്ട് ആണ്. ഇറ്റ്സ് ത്രൂ EQ Bank. And EQ Bank also provides a no-fee checking account, but the most interesting thing with EQ Bank is their interest rate. They provide you an interest rate of up to 2.75%, and they actually blur the lines between the checking account and savings account. EQ ബാങ്കിന് ഒരു സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ട് എന്നൊരു സാധനമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചെക്കിംഗ് അക്കൗണ്ട് തന്നെ നിങ്ങളുടെ ലോങ് ടേം സേവിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നിയ കുറച്ച് ഓപ്ഷൻസ്. And the details and offers that I mentioned are subject to change. So please check the respective bank websites for the most current details. And ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസിൻ്റെ എല്ലാം റെഫറൽ ലിങ്ക്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഇഫ് യു ജോയിൻ എനി ഓഫ് ദീസ് ഓപ്ഷൻസ് യൂസിങ് മൈ റെഫറൽ ലിങ്ക്, എനിക്കും നിങ്ങൾക്കും ഒരു ബോണസ് കിട്ടും. ഡു ചെക്ക് ദം ഔട്ട്. ആൻഡ് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു യുവർ ഡ്യൂ ഡിലിജൻസ്. ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് ഇഫ് യു തിങ്ക് എനി ഓഫ് ദീസ് ഓപ്ഷൻ ഇസ് ഫീസിബിൾ ഫോർ യു, ഗോ ഹെഡ് ആൻഡ് ട്രാൻസ്ഫർ യുവർ ചെക്കിംഗ് അക്കൗണ്ട് there. Thank you for watching this video, and if this video helped you out, please do like, share and subscribe. I'll see you in the next video.